UDF-ലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് ഞാനില്ല. പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. സമവായത്തിനായി ഇങ്ങോട്ടേക്ക് ഇനി ആരും വരേണ്ടതില്ല എന്ന ഈ പ്രസ്താവന കഴിഞ്ഞ 24 മണിക്കൂർ തികയും മുൻപാണ് രാഹുൽ നിലമ്പൂർ ഒതായിലെ വീട്ടിലെത്തി അൻവറിനെ കണ്ടത്. പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒപ്പം നിൽക്കണമെന്നാണ് പറഞ്ഞത് എന്ന രാഹുലിന്റെ വിശദീകരണം. CPM-ന് വേണ്ടി അതിശക്തമായി ബാറ്റ് ചെയ്യുകയും ശ്രീ പിണറായി വിജയൻ പിതൃസ്ഥാനീയനാണെന്ന് പറയുകയും ചെയ്തിടത്തുനിന്ന് പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കാൻ തീരുമാനിക്കും. ആ മൊമെൻ്റ് തൊട്ട് അയാൾ പറയുന്ന ആ കാര്യത്തോട് യോജിപ്പുണ്ട്. UDF നേതൃത്വം ഒന്നടങ്കം തള്ളിപ്പറഞ്ഞ PV അൻവറുമായി രാത്രി 11:45 എന്ത് ചർച്ചയാണ് നടത്തിയത് എന്നാണ് നേതാക്കളുടെ ചോദ്യം. നേതാക്കളിൽ പലരും അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും രൂക്ഷമായ വിമർശനം ഉയർന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനിൽ നിന്ന്. ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. UDF നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു. അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു തലത്തിലുള്ള ഒരു പ്രതിഫലനമായിരിക്കാം, അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണമായിരിക്കാം. ഞാൻ രാഹുൽ മാക്കൂട്ടായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പം നേതൃത്വം എന്നെ ശകാരിച്ചു എന്നവർ പറഞ്ഞാൽ എന്നെ ശകാരിച്ചു, നേതൃത്വം അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം പാർട്ടിയാണ് ആത്യന്തികം. അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് എങ്കിൽ മത്സരിക്കട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇതിന് ലീഗ് നേതൃത്വത്തിന്റെ പൂർണ്ണമായ പിന്തുണയുമുണ്ട്. അൻവറിന് മണ്ഡലത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് UDF-ന്റെ വിലയിരുത്തൽ. ഞങ്ങൾക്ക് ആ വിഷയം ക്ലോസ്ഡ് ആണ്. ഞങ്ങൾക്ക് ഇനി ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. രാഹുൽ അൻവർ കൂടിക്കാഴ്ച വിഷയത്തെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് ഇടതുപക്ഷം. UDF അടച്ച അധ്യായം തുറക്കാൻ രാഹുൽ ഒരു ശ്രമം നടത്തി നോക്കി. പാർട്ടിയെ സഹായിക്കാനായിരുന്നു, നല്ല ഉദ്ദേശമായിരുന്നു, പക്ഷേ പാളിപ്പോയി. ഇപ്പോൾ അൻവർ രാഹുൽ കൂടിക്കാഴ്ച വിശദീകരിച്ച് വലയുകയാണ് UDF നേതൃത്വം. ജോയ്സിയാറിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.